ആയുർവേദ പകർച്ചവ്യാധി പ്രതിരോധ മെഡിക്കൽ ക്യാമ്പും രക്തപരിശോധനയും തട്ടുമ്മലിൽ വെച്ച് സംഘടിപ്പിച്ചു. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത്, ആയുഷ് ആയുർവേദ ഡിസ്പെൻസറി, തട്ടുമ്മൽ ലക്ഷ്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ആയുർവേദ പകർച്ചവ്യാധി പ്രതിരോധ മെഡിക്കൽ ക്യാമ്പും രക്തപരിശോധനയും സംഘടിപ്പിച്ചു. ഇന്ന് രാവിലെ 10 മണിക്ക് തട്ടുമ്മൽ ശ്രീ ദിവ്യപുരം ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ലക്ഷ്യ ക്ലബ്ബ് സെക്രട്ടറി അക്ഷയ് കെ സ്വാഗതം ആശംസിച്ചു. ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ലൈസമ്മ പനക്കൽ അവരാണ്. അവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇവിടെ യോഗ ക്ലാസ് എടുക്കുന്നത് ശ്രീമതി ഡോക്ടർ മനീഷായം, മെഡിക്കൽ ഓഫീസർ, ആയുഷ് PHC ചെറുപുഴ. അവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കൽ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വന്നിട്ട് ചികിത്സയേക്കാൾ ഭേദം രോഗം വരാതിരിക്കുന്നതാണ് എന്ന് പഠിപ്പിച്ച വലിയ ഒരു വൈദ്യശാസ്ത്ര ശാഖയാണ് ആയുർവേദം. ഇന്ന് നമുക്കിവിടെ വ്യക്തിശുചിത്വത്തെക്കുറിച്ചും പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് ക്ലാസ് എടുത്ത് തരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾക്ക് ഒത്തിരി ക്യാമ്പുകളും അറിവുകളും ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ചന്ദ്രേട്ടൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളത് അതിൽ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ വീടുകളിൽ, നമ്മുടെ പരിസരങ്ങളിലൊക്കെ നമ്മൾ അതുപോലെ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമുക്കറിയാം, ഇത് വെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശങ്ങളിൽ വെള്ളം കെട്ടി നിന്നാൽ അത് ഒഴുക്കി കളയാൻ നമ്മളാരും മെനക്കെടാറില്ല. അവിടെ നമുക്ക് കൊതുക് വളരും. അതുപോലെ തന്നെ നമ്മുടെ വീടും പരിസരവും നമ്മൾ നന്നായി ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ വലിയ പകർച്ചവ്യാധികൾ തന്നെ നമ്മുടെ നാട്ടിൽ നമുക്ക് നേരിടേണ്ടി വരും. 18ാം വാർഡ് മെമ്പർ TP ചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പൂർവ്വ രോഗത്തിന്റെ രോഗം തടയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പഞ്ചായത്തും അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ സ്ഥാപനങ്ങളും മുന്നിട്ടിറങ്ങി പഞ്ചായത്തിൽ ഉടനീളം ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. ആരോഗ്യ പ്രവർത്തകർ കാണിക്കുന്ന ശുഷ്കാന്തിയും ശ്രദ്ധയും നമ്മൾ കാണിക്കുന്നുണ്ടോ എന്നുള്ള ആത്മപരിശോധനയാണ് നമുക്ക് നടത്താനുള്ളത്. കൊതുക് വരുന്നതിന് നമ്മുടെ വീടുകളിൽ ആരോഗ്യ പ്രവർത്തകർ വന്ന് കാണിച്ചു തരേണ്ട സാഹചര്യമാണ് എന്നാണ് ആരോഗ്യ പ്രവർത്തകരുടെയൊക്കെ മീറ്റിങ്ങുകളിൽ ഞങ്ങളോടൊക്കെ അവർ പങ്കുവെക്കുന്നത്. രോഗം വരുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് രോഗം വരാതെ ശ്രദ്ധിക്കുന്നത്. മഴക്കാല രോഗ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസുകൾക്കും ക്യാമ്പിനും ആയുഷ് PHC ചെറുപുഴ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മനീഷായം, ആയുഷ് PHC പ്രാപ്പൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രവീൺ PR എന്നിവർ നേതൃത്വം നൽകി. VV കണ്ണൻ, മുഹമ്മദ് കുഞ്ഞി VV, സുരേഷ് P, ദിവ്യപുരം ക്ഷേത്രം സെക്രട്ടറി വിനോദ് U എന്നിവർ ചടങ്ങിൽ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ലക്ഷ്യ ക്ലബ്ബ് എക്സിക്യൂട്ടീവ് മെമ്പർ രാമകൃഷ്ണൻ VV പരിപാടിക്ക് നന്ദി പറഞ്ഞു. തുടർന്ന് നടന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. രോഗപരിശോധനയ്ക്ക് ശേഷം ആവശ്യമായ മരുന്നുകൾ ക്യാമ്പിൽ വെച്ച് സൗജന്യമായി വിതരണം ചെയ്തു. കഴിഞ്ഞ മഴക്കാലത്ത് ഉണ്ടായിരുന്നത് അമീബിയാസിസ് പോലത്തുള്ള ഒരു രോഗമാണെങ്കിൽ ഈ മഴക്കാലം തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ കേട്ടു തുടങ്ങിയ ഒരു പേരാണ് ഷിഗല്ല. അതുകൊണ്ട് വളരെയധികം ആരോഗ്യപരമായിട്ട് നമ്മൾ ജാഗ്രതയോടെ കാണേണ്ട ഒരു കാലം കൂടിയാണ് മഴക്കാലം. നമ്മുടെ സമൂഹത്തിലുള്ള കുട്ടികളായാലും മുതിർന്നവരാകട്ടെ പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരാകട്ടെ എല്ലാ ആൾക്കാർക്കും പലതരത്തിലുള്ള ആശങ്കകൾ പങ്കുവയ്ക്കാനുള്ള കാലം കൂടിയാണ് മഴക്കാലം. കോവിഡ് കാലത്ത് വളരെയധികം പ്രചാരം ചെയ്യുന്ന രൂപമാണ്. കാരണം നമ്മുടെ അന്തരീക്ഷം ധാരാളം കൊതുകുപൊടി എന്ന് പറഞ്ഞാൽ കൊതുകുപൊടി മാത്രമല്ല, നമ്മുടെ അന്തരീക്ഷ ശുദ്ധീകരണത്തിന് വേണ്ടി നമ്മുടെ വായു കൂടി പകരുന്ന രോഗങ്ങളെ ഒരു പരിധിവരെ സംക്രമണം തടയുന്നതിന് സഹായിക്കുന്നു. നമ്മൾ വൈകുന്നേരം വീട്ടിൽ ഒരു 10 മിനിറ്റ് നേരം പോയിക്കാൻ നമുക്ക് പല രോഗങ്ങളിൽ നിന്നും സംക്രമണ രോഗങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നേടാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള ശാസ്ത്രീയമായ തെളിവ് ഇതിലുണ്ട്. അതെല്ലാം സാധ്യതയുള്ള ഒരു കാലാവസ്ഥയാണ് നമുക്കിപ്പോൾ ഉള്ളത്. കൊതുകുകൾ, മലിനമായ ജലം. അപ്പോൾ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വയം കടമയായി ഏറ്റെടുത്തുകൊണ്ട് രോഗപ്രതിരോധ മരുന്ന് കൊണ്ട് മാത്രം ഈ രോഗം പ്രതിരോധിക്കാൻ വേണ്ടി കഴിയില്ല. നമ്മുടെ വീടിൻ്റെ പരിസരം നമ്മൾ ഓരോരുത്തരും വൃത്തിയായി സൂക്ഷിച്ചു കഴിഞ്ഞാൽ രോഗം വരാതെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയും. സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ മഴക്കാലം വരുമ്പോൾ പകർച്ചവ്യാധിയും മറ്റുള്ള രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലിൽ പോയി ചികിത്സ തേടുമ്പോൾ അതിൻ്റെ ഭീമമായ തുകയും മറ്റും നമുക്ക് താങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചെല്ലുമ്പോൾ ഇതുപോലുള്ള മെഡിക്കൽ ക്യാമ്പുകൾ എന്തുകൊണ്ടും നമുക്ക് സാധാരണക്കാരായ ജനങ്ങൾക്ക്
വളരെയധികം ഉപകാരപ്പെടുന്ന വളരെ അധികം ഈ ക്യാമ്പ് എന്തുകൊണ്ടും സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിന് സൂചിപ്പിച്ച പോലെ നമ്മുടെ എല്ലാം വീട്ടിൽ നിന്ന് തന്നെയാണ് ആരംഭിക്കേണ്ടത്. അതൊരിക്കലും മറ്റുള്ളവരുടെ ഉപദേശങ്ങൾക്ക് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല. നമ്മൾ സ്വയം ബോധവൽക്കരണം ആവുന്നതോടുകൂടിയാണ് രോഗം ഒരു പരിധി വരെ പിടിച്ചു നിർത്താൻ വേണ്ടി നമുക്ക് കഴിയുന്നത്. ഇവിടെ ഈ പരിപാടി ഉദ്ഘാടനം ഇവിടെ എത്തിച്ചേർന്ന ശ്രീ ചെറുപ്പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രേഷ്മ പരക്കൽ ക്ലബിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. വിശ്വസനീയമായ ചികിത്സയും 24 മണിക്കൂർ അത്യാഹിത സേവനവും ജനറൽ മെഡിസിൻ, ENT, ഫിസിയോതെറാപ്പി, ശിശുരോഗ വിഭാഗം, ECG, ലാബ്, ഫാർമസി തുടങ്ങി സമഗ്ര ആരോഗ്യ സേവനങ്ങൾ ഇനി ഒരൊറ്റ കുടക്കീഴിൽ. നിങ്ങളുടെ കുടുംബത്തിന്റെ ആരോഗ്യ സുരക്ഷയ്ക്ക് മലബാർ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ പാടിയൊട്ടിച്ചാൽ കരുതലോടെ ആരോഗ്യത്തിന്റെ നേർരേഖ.